ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ഇന്ന് സന്നിധാനത്തെത്തും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറം എ. ബി. ജയശങ്കറുമാണ് ചേരുന്നത്. ഷഫീദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണമോഷണ കേസിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് കോടതി ആ അന്വേഷണ സംഘത്തെ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നാലെ ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ദേവസ്വം കമ്മീഷണർ ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെ എടുക്കാം എന്നുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ ക്രൈം ഒക്കർ ചെയ്തിരിക്കുന്നത് പമ്പ സ്റ്റേഷൻ പരിധിയിലായതിനാൽ അവിടെ എടുക്കണമെന്നൊക്കെയുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നെങ്കിലും അത് വേണ്ട, പകരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുക്കാനുള്ള നടപടികൾ ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ പ്രതികളാകും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. കോടതിയിൽ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ 9 ദേവസ്വത്തിലെ 9 ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അതിൽ മുരാരി ബാബു ഉൾപ്പെടെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉൾപ്പെടെ പല ഉദ്യോഗസ്ഥരുമുണ്ട്. അവരെ അടക്കം പ്രതികളാക്കിയായിരിക്കും ഇക്കാര്യത്തിൽ കേസെടുക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടം കസ്റ്റഡിയും അതേപോലെ തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളായിരിക്കും. സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ട കേസായതിനാൽ സ്വാഭാവികമായും ഇന്നലെ ആഡ് ഓൺ ചെയ്ത എസ്.പിമാരെ അടക്കം പ്രത്യേക സംഘങ്ങളായി നിയമിച്ചിട്ട് പ്രത്യേക ഓരോ ഗ്രൂപ്പുകളായി നിയോഗിച്ചായിരിക്കും സംസ്ഥാനത്തിന് പുറത്തടക്കം അന്വേഷണം നടത്തുക. പക്ഷേ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും. ഒപ്പം സ്വർണ്ണപ്പാളി 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കളാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കും. സ്മാർട്ട് ക്രിയേഷൻസിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് SIT സംഘം കടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രീയ പരിശോധന അടക്കം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കാരണം സ്വർണ്ണമുരുക്കി എന്നുള്ളത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന് പുറത്തടക്കം നടത്തും. അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ അത് സജ്ജമാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശ്രീ ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പമ്പയിൽ നിന്ന് എ. വി. ജയശങ്കർ കൂടി ചേരുകയാണ്. ജയശങ്കർ, ഇന്ന് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സന്നിധാനത്തെത്തുകയാണ്. അവിടെ പല കാര്യങ്ങളിലും ഹൈക്കോടതിയുടെ വിമർശനം പലതവണ വന്നതാണ്. കാരണം ഇത്രയധികം വിലപിടിപ്പുള്ള വസ്തുക്കൾ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അത് കൂട്ടിയിട്ടിരിക്കുന്നു. അത് എത്രയുണ്ട്, എവിടെയുണ്ട്, എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു നിശ്ചയവും ആർക്കുമില്ലല്ലോ എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ എത്തുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുക? എന്തായാലും കെ.ടി. ശങ്കരൻ സന്നിധാനത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയം അദ്ദേഹം സന്നിധാനത്തേക്ക് തിരിച്ചത് 11 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറന്ന്. ശരി, എ. വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ജയശങ്കറിന്റെ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. എന്തായാലും ശബരിമലയിലെ കണക്കെടുപ്പ് ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പമ്പയിൽ എത്തിയിട്ടുണ്ട്. മല കയറി 11 സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാളികൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച ആറന്മുളയിലെത്തി ശബരിമലയിലെ പ്രധാന സ്ട്രോങ് റൂമും പരിശോധിക്കും. ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, തുടരാം. ഇന്ന് സ്വർണ്ണപ്പാളി ഉൾപ്പെടെ അദ്ദേഹം പരിശോധിക്കില്ല. മറ്റു ഉൾപ്പെടികളും മറ്റു വസ്തുക്കളുമായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കുക. അതിനുശേഷം നാളെ ആയിരിക്കും ചെന്നൈയിൽ നിന്ന് പണി കഴിപ്പിച്ചു കൊണ്ടുവന്ന പുതിയ സ്വർണ്ണപ്പാളി എന്തായാലും ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പിക്കുന്നതിന് സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇന്ന് 11 മണി മുതൽ പരിശോധന ആരംഭിച്ച് 4 മണിയോടുകൂടി അവസാനിപ്പിക്കും. നാളെയും സന്നിധാനത്ത് തന്നെയായിരിക്കും പരിശോധന. അതിനുശേഷം സമയക്രമം അനുസരിച്ച് തിങ്കളാഴ്ചയാണ് ആറന്മുളയിലെ ശബരിമലയിലെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന ഉണ്ടാവുക. എന്തായാലും അദ്ദേഹത്തോടൊപ്പം സ്പെഷ്യൽ കമ്മീഷണറുണ്ട്, സ്മിത്ത് ഉണ്ട്, AO ഉണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഈ ദേവസ്വം വിജിലൻസുമായി ബന്ധപ്പെട്ട ഒരു SIയെയും അദ്ദേഹത്തോടൊപ്പം അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സാന്നിധ്യം കൂടി ഈ പരിശോധനയുടെ ഭാഗം ആക്കിയിട്ടുണ്ട് നിലവിൽ. എന്തായാലും 11 മണിയോടുകൂടി ജസ്റ്റിസ് ശങ്കരൻ പരിശോധന ആരംഭിക്കും. ഈ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഇത്തരം വസ്തുക്കളുടെയൊക്കെ തന്നെ ഒരു കണക്കെടുപ്പാണ് അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഈ സാങ്കേതിക വിദഗ്ധരുടെ ഉൾപ്പെടെ സഹായത്തിലായിരിക്കും അദ്ദേഹം ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കുക. 2 ദിവസം സന്നിധാനത്തും അതിനുശേഷം ആറന്മുളയിലുമാണ് നിലവിൽ ഈ കണക്കെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ജയശങ്കർ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അദ്ദേഹം ഇന്ന് പരിശോധന നടത്തുക എന്തൊക്കെയാകും?
സ്വർണ്ണ ഉരുപ്പടികൾ മാത്രമാകുമോ പരിശോധിക്കുക? അതായത് ക്രിസ്റ്റീന പ്രഭിത, ഈ സന്നിധാനത്തെ ഈ ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ സ്ട്രോങ് റൂമിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഏത് ഐറ്റത്തിൽ തുടങ്ങുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. സ്ട്രോങ് റൂമിലുള്ള എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അവിടെയുള്ള ഉരുളികൾ അല്ലെങ്കിൽ കിണ്ടികൾ ഉൾപ്പെടെ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നാണ്. അതൊക്കെ തന്നെ ദേവസ്വം മഹസറിയുള്ള ദേവസ്വം സ്വത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് റൂമിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ പരിശോധിച്ച് ചിട്ടപ്പെടുത്തി അതിൻ്റെ കണക്കുകൾ ഹൈക്കോടതിയിൽ നൽകുക എന്നതാണ് ജസ്റ്റിസ് KT ശങ്കരനിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല. അത് അദ്ദേഹം ചെയ്യും. നാളെ ആയിരിക്കും ചെന്നൈയിൽ നിന്ന് പണി പൂർത്തിയാക്കി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ പരിശോധിക്കുക. ആ പാളികളിലാണ് വലിയ അവ്യക്തതയുള്ളത്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന ആക്ഷേപമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം സ്വർണ്ണപ്പാളികൾ മോഷണം പോയി എന്ന ഒരു നിഗമനത്തിൽ ഹൈക്കോടതി ഉൾപ്പെടെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിശോധന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പരിശോധനയ്ക്കൊക്കെ തന്നെ ജസ്റ്റിസ് KT ശങ്കരനെ സഹായിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ, AO, ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസിൻ്റെ ഒരു ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള 10-11 പേരടങ്ങുന്ന ഒരു സംഘമായാണ് സന്നിധാനത്തേക്ക് ജസ്റ്റിസ് KT ശങ്കരൻ പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് രാവിലെ 11 മണി മുതൽ 4 മണി വരെയായിരിക്കും ഇന്നത്തെ സന്നിധാനത്തെ പരിശോധന. അതിനുശേഷം നാളെ ഈ സന്നിധാനത്തെ പരിശോധന തുടരും. നാളെ ആയിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുക. അതിനുശേഷം തിങ്കളാഴ്ചയോടുകൂടി ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ പരിശോധന നടത്താനാണ് നിലവിലെ ധാരണ. ഈ ശബരിമലയിലെ സന്നിധാനത്തെ പരിശോധന നീണ്ടുപോയാൽ അതൊരുപക്ഷെ ചൊവ്വാഴ്ചയിലേക്ക് മാറും. പക്ഷേ നിലവിലെ ക്രമീകരണം അനുസരിച്ച് തിങ്കളാഴ്ച ആറന്മുളയിൽ പരിശോധന നടത്തും. ആറന്മുളയിലാണ് ഏറെക്കുറെ സുപ്രധാനമായ ഈ തിരുവാഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ആഭരണങ്ങൾ ആറന്മുളയിലാണ്. അവിടുത്തെ പരിശോധനയും നിർണായകമാണ്. എന്തായാലും ഇതിൻ്റെ കണക്കെടുപ്പാണ് ജസ്റ്റിസ് KT ശങ്കരനിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം. മാധ്യമങ്ങൾക്ക് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് സന്നിധാനത്തേക്ക് പ്രവേശനമില്ല. പമ്പയിൽ മാധ്യമങ്ങളെ ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് തടയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ജസ്റ്റിസ് KT ശങ്കരൻ്റെ പരിശോധന അത് നിർണായകമാണ്. അദ്ദേഹം ആ പരിശോധന നടത്തി കണക്കെടുപ്പ് പൂർത്തിയാക്കി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ ആ റിപ്പോർട്ട് എന്തായിരിക്കും, ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്തായിരിക്കും എന്നത് ഏറെ നിർണായകമാണ്. കാരണം ശബരിമലയിലെ ഈ ദേവസ്വത്തിൻ്റെ വസ്തുക്കൾ, സ്വർണ്ണാഭരണം ഉൾപ്പെടെ പല കാര്യങ്ങളും കളവ് പോകുന്നു, അത് കാണാനില്ല, അതിൻ്റെ അളവ് കുറവാണ്, അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അമിക്കസ് ക്യൂറി ഒരു പരിശോധന നടത്തുന്ന. ആ പരിശോധന ഏറെ നിർണായകമാണ്. എന്തായാലും ജസ്റ്റിസ് KT ശങ്കരൻ അല്പസമയം മുമ്പ് 7:15 തന്നെ സന്നിധാനത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം 11 മണിയോടുകൂടി സന്നിധാനത്തെത്തി പരിശോധനകൾ ആരംഭിക്കും. ശരി. AV ജയശങ്കറാണ് പമ്പയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.